ഹായ്. ഇന്നലെ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ലോകത്ത് ഒരു ടീമിനും ഇത്ര ഹേറ്റേഴ്സ് ഉണ്ടാവില്ല. അത്രയും ഹേറ്റേഴ്സുള്ള ഒരു ടീമാണ് അർജന്റ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ടീമൊക്കെ പോയി. ഇപ്പോൾ അവരുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീനക്കാർ ജൂതന്മാരാണ്, ഇസ്രായേലിയരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, സ്പെയിൻ ആയിക്കോട്ടെ വേറെ ആരായിക്കോട്ടെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് അർജന്റീനയെ വീണ്ടും വീണ്ടും നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ട് സഹായിക്കുന്നത്? ഇതൊക്കെ ജൂതന്മാരല്ലേ എന്ന് പറഞ്ഞിട്ട് സംഖ്യകൾ വപ്പട ഹലാലാണ്, സാമ്പാർ ഹലാലാണ് എന്ന് പറഞ്ഞ പോലെ ഒരു വകതിരിവില്ലാത്ത പോസ്റ്റ് വളരെ സാഡ് BGM ഇട്ടിട്ട് ഇതിനെ കടന്ന് വിരകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കളിയെ വെറും കളിയായിട്ട് കാണാൻ പോലും നിങ്ങൾക്കൊന്നും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാണണ്ട, ഒന്നാണ് മാറി നിന്നേക്ക്. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെയിനിന്റെ ഭരണാധികാരി ഫലസ്തീന്റെ കൊടി വരെ ഉയർത്തി അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. എന്നിട്ടും ഈ സ്പെയിനെ സപ്പോർട്ട് ചെയ്യാണ്ട് നിങ്ങളൊക്കെ ഇംഗ്ലണ്ട് തോൽക്കണം, ഫൈനലിക്ക് ഇംഗ്ലണ്ടും സ്പെയിനും എത്തണം, ഒരിക്കലും അർജന്റീന എത്തരുത്, ജൂതന്മാരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ കരഞ്ഞു മെഴുകുന്നുണ്ട്. അവരോടൊക്കെ ആയിട്ടോ പറയുന്നത്, അറ്റ്ലീസ്റ്റ് കളിയെ കളിയായി കാണാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. എല്ലാത്തിലും ഈ ജാതിയും മതവും തൊലിനിറമൊക്കെ ചേർത്തുകൊണ്ട് ഒരു BGM ഇട്ടിട്ട് അങ്ങോട്ട് ഒലിപ്പിച്ച് വിടുക തന്നെ. എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കണമെന്നുള്ളത് ഒരു പിടുത്തമല്ല. നമ്മുടെ ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു സമയം എന്നല്ല, ഇപ്പോഴും സംഖ്യകൾ മുഴുവൻ ഇസ്രായേലിനെ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഈ 140 കോടി മനുഷ്യരും ഇസ്രായേലിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഭരണാധികാരി എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതാണ് എല്ലാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവര് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരവരുടെ മാനസിക പരിഗണന കാണിച്ചത്. പിന്നെ ഇസ്രായേലി ജൂതനാണ്, മെസ്സി ജൂതനാണ്. അപ്പൊ ഇസ്രായേൽ ചെയ്ത അതേ മെയിൻ തന്നെയാണ് ഇവർക്കും ഫലസ്തീനോടുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും ഒരുപാട് കണ്ടു. എൻ്റെ അടുത്ത് ജസ്റ്റ് ആ വീഡിയോ മിസ്സായി, കാരണം ഞാൻ സേവ് ചെയ്ത വീഡിയോ ഇപ്പൊ കാണാനില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാവും എത്രത്തോളം വിഷമാണ് അതിൽ തുപ്പുന്നത് എന്നുള്ളത്. ഇങ്ങനെയൊന്നും നിങ്ങൾ ഇസ്ലാമിനെ വളർത്താനോ അതല്ലെന്നുണ്ടെങ്കിൽ ഫലസ്തീനെ സഹായിക്കാനോ നിൽക്കരുത്. അത് സംഖ്യയേക്കാൾ തരം താഴ്ത്തും നിങ്ങളെ, യാതൊരു സംശയവുമില്ല. കളിയെ കളിയായിട്ട് മാത്രം കാണുക. ഇത് ജസ്റ്റ് ഒരു മാസം, വെറും ഒരു 30 ദിവസത്തെ ഒരു മത്സരം മാത്രമാണ് ഇത്. അത് ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെട്ട ടീമിനെ അവര് സപ്പോർട്ട് ചെയ്യട്ടെ. അതിനെന്താണ്? നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യനെ സപ്പോർട്ട് ചെയ്തോ, എന്താ പൈല് തെറ്റാ? സൗദി അറേബ്യ ഉണ്ടല്ലോ ടീം, പിന്നെ എന്തിനാ നിങ്ങൾ മറ്റുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു? അർജന്റീനയ്ക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ഇതിനെ കൊണ്ടെത്തിക്കുന്നത് വെറും വർഗീയതയുടെ ഒരു മൂലക്കാണ്. അത് കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇത് പറഞ്ഞേ പറ്റൂ എന്ന് എനിക്ക് തോന്നി. സ്പെയിനിൽ മൊത്തം ഫലസ്തീനെ സഹായിക്കുന്നവരാണ്, അർജന്റീന മൊത്തം ഇവരൊക്കെ ആക്രമിക്കുന്ന കൂട്ടരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും ഓൺ വോയിസും വീഡിയോസും ഇതൊക്കെ ചെയ്യണവന്റെ ഓരോ ബുദ്ധി ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. 2017, 2023, 2024, 2025 ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഫലസ്തീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഫണ്ടുകളായിട്ടും പിന്നെ ഭക്ഷണമായിട്ടും ഒക്കെ ഈ മെസ്സി ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങൾ അറിഞ്ഞിക്കണോ? ഇല്ല. അതെന്താ നിങ്ങൾ അറിയാവുന്നു? മെസ്സി ജൂതനല്ലേ. മെസ്സി എന്തുകൊണ്ട് ഫലസ്തീനിന് ഇത്രയും കോടികൾ കൊടുത്ത് സഹായിച്ചു? അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ അർജന്റീന എങ്ങനെയും തോൽക്കണം, അതിന് ഹേറ്റേഴ്സിന്റെ പേരും പറഞ്ഞിട്ട് ഇത്തരം വിഷം എന്തിനാ തുപ്പുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോണ്ടല്ലോ, സംഖ്യകളേക്കാൾ തരം താഴ്ന്ന രൂപത്തിലേ നിങ്ങളെയൊക്കെ കാണാൻ കഴിയുള്ളൂ. കളിയെ കളിയുടെ വഴിക്ക് വിടറോ. എന്തിനാ ഇതൊക്കെ ഇപ്പോഴും നേരം വെളുക്കാത്ത ഓരോ പോസ്റ്റ് ഇട്ടിട്ട്? ഇന്നലെ ഞാൻ കണ്ട പോസ്റ്റ് എന്താന്നോ, അയ്യോ അപ്പോ എന്താണ് ആ വീഡിയോ സംഭവിച്ചറിയില്ല, എൻ്റെ അടുത്ത് ജസ്റ്റ് മിസ്സായില്ല. ഞാൻ ഇനി എന്ന് കിട്ടുകയാണെങ്കിലും ഞാനതൊന്ന് റീഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ടത്. പറയുന്നത് ഇത് തന്നെയാണ്. ജൂതന്മാരെ എന്തിനു നിങ്ങൾ സഹായിക്കണോ? ജൂതന്മാരെ സഹായിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഫലസ്തീന് ഇത്രയും ആളുകളെ ഇത്രയും ക്രൂരമായിട്ട് കാണിച്ചു കൂട്ടിയ ആളുകളെ നിങ്ങൾ സഹായിക്കേണ്ട, അവരുടെ ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ പറഞ്ഞിങ്ങനെ പുറത്ത് വിടാനും വേണം ഒരു തൊലിക്കട്ടി. ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാതിന്. ആ വീഡിയോ നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് അതൊക്കെ ശരിയാണ് തോന്നും. അത്തരത്തിലുള്ള വിഷമാണ് അവര് നാക്കുകൊണ്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നത്. അതായത് ഫലസ്തീനിലെ എല്ലാ ആളുകളുടെയും ആ യുദ്ധം നടന്നുള്ള സമയമുള്ള വിഷ്വലൊക്കെ എടുത്തിട്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാഡ് മ്യൂസിക്കും കൊടുത്തിട്ട് മെസ്സിയും അർജന്റീനയും ജൂതന്മാരും
എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ സമ്മതിച്ചുകൊണ്ട് കേട്ടോ നിങ്ങളൊക്കെ. ആര് പടച്ചു വിട്ടാലും ശരി, ഒരു കാര്യം ഉറപ്പാ, ഓൻ്റെ അത്ര വിഷം, ഓൻ്റെ അത്ര വർഗീയതി വേറൊരു മനുഷ്യർക്ക് ഉണ്ടാവില്ല. 100% അക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം സംഖ്യകള് പപ്പടത്തില് മറ്റേ സാമ്പാറിലും ഹലാലും ഹറാമും വേർതിരിച്ച് കാണുന്നില്ലേ. ഹലാൽ എന്താന്ന് പോലും അവർക്ക് അറിയില്ല. എന്നിട്ട് ഓല് പറയുന്നു ഇത് ഹലാൽ പപ്പടാണ് എനിക്ക് വേണ്ടാന്ന്. ആ ഐറ്റാണ് ഇപ്പോൾ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരിക്കലും തരം താന്ന് പോകരുത്. സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ സ്പിരിറ്റാണ്. അതിപ്പോൾ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ശരി, അതിനൊന്നും നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് എന്താ പറയുക സ്നേഹിച്ചൊരു ടീമാണ്. ആ ടീം വിജയിക്കണം. അതിൻ്റെ വിജയത്തിൻ്റെ സപ്പോർട്ടും പ്രോത്സാഹനം ഒക്കെ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഇനിയും ഉണ്ടാവും. അല്ല ഒരു BGM സാഡ് ഇട്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്നവരാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. ഇങ്ങൾക്കൊന്നും ചിലപ്പോൾ മൂക്കിന്റെ താഴെയുള്ള ഒരു പാവങ്ങളെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നക്കാരനെ ഇതുവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടോ സഹായിക്കാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും അപ്പുറത്ത് മറ്റേ ജൂതം സഹായിച്ചതും അതൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ വലിയൊരു കുറ്റവും കുറവും മറ്റേ പറഞ്ഞുണ്ടാക്കാം. ഭയങ്കര മിടുക്കന്മാരാണ്. ദയവ് വിചാരിച്ചിട്ട് കളിയിലും വർഗീയത ഉണ്ടാക്കരുത്. അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളൊക്കെ അർജന്റീന ഫാനാ. അത് മെസ്സി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് GPTനോടോ ജെമിനിനോടോ ഗൂഗിളിനോടോ ആരോടോ വെച്ചാൽ ചോദിക്കുക. ഫലസ്തീന് വേണ്ടിയിട്ട് മെസ്സി എന്താണ് ഇത്രയും കാലത്തിലിടയ്ക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ചോദിച്ചാൽ ഈ ലാസ്റ്റ് ഒരു 2-3 കൊല്ലത്തെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറയും. പിന്നെ കളിയാണിത്. ഇതിൽ കളിക്കുന്നവനെ മാറ്റി ജയിക്കൂ. അല്ലാതെ കാണാൻ ചില ആളുകൾ പറയുന്നുണ്ട് റഫറി മെസ്സിയുടെ ആളാണ്, കമ്മിറ്റി മെസ്സിയുടെ ആളാ. എന്താ പറയുക, ടൂർണമെന്റ് അടക്കമല്ലേ സെവൻസ്, കമ്മിറ്റിയും ഫിഫയും എല്ലാം മെസ്സിയുടെ ആളാണെന്നുള്ളത്. അല്ലാതെ ഗോൾ അടിച്ചിട്ടല്ല പോലും ജയിച്ചിരിക്കുന്നത്. ഇന്നലെ ഇംഗ്ലണ്ട് ഒരു ഗോൾ അടിച്ചപ്പോൾ എന്തായിരുന്നു ഇവരൊക്കെ ഒരു സന്തോഷം. അതന്നെ തിരിച്ച് അങ്ങോട്ട് 2 കൂടെ കഴിഞ്ഞു. അതോടുകൂടെ പോലെ എല്ലാ ആർജവും കഴിഞ്ഞു. പിന്നെ ഉള്ളതാണ് ഇവരെ പോസ്റ്റ്. അതിനുദാഹരണമായിട്ട് ഇവർ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് യമാലിന്റെ ഒരു മറ്റേ ഫലസ്തീൻ സപ്പോർട്ട് ചെയ്തത്. അത് അവരുടെ ഇഷ്ടമാണ്, സപ്പോർട്ട് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ യമാൽ അത്രയ്ക്ക് മുസ്ലിമായി നടക്കുന്ന ഒരാളല്ലല്ലോ. അതായത് ഇവനിക്ക് തന്നെ ഉണ്ട് 3, 4, 5 കാമുകിമാര്. ഈ അടുത്ത് അവനെ കുറിച്ചിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവൻ പുതിയ കാമുകിയായിട്ട് എവിടെ ഏതോ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറിയതും ഇതൊക്കെ ഇസ്ലാമിലില്ലതാ. അത് അവന്റെ ഇഷ്ടം. കാരണം അവൻ ചിലപ്പോൾ അവന്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കും മറ്റേ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കളിയിൽ കൊണ്ടുവരാൻ പറ്റൂ. ഇവിടെ മനസ്സ് നോക്കിയിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ കളി നോക്കിയിട്ടും അവരോടുള്ള ഒരു എന്താ പറയാ ഇഷ്ടം കൊണ്ടുമാണ് നമ്മൾ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. ഇതിപ്പോൾ നിങ്ങൾ മനസ്സ് നോക്കിയിട്ട് രാഷ്ട്രീയം നോക്കിയിട്ടും മതം നോക്കിയിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സൗദി അറേബ്യ ടീം ആകണേ നല്ലത്. എന്നാൽ എന്താ അറിയോ, ആദ്യത്തെ 1 ദിവസമോ 2 ദിവസമോ ഉണ്ടാവും നിങ്ങളെ ആവേശം, പിന്നെ അങ്ങോട്ട് കഴിയുമല്ലോ. ഇതിപ്പോ ഫ്രാൻസും മറ്റേ ബ്രസീലും ഇംഗ്ലണ്ടും ഇത് ഇങ്ങനത്തെ ടീമുകളൊക്കെ ആകുമ്പോൾ എന്താ അറിയോ, അവ കുറച്ച് ലോങ് ഇട്ട് പോരേണ്ടി വരും. കാരണം ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അത്യാവശ്യം കളിക്കുന്ന ടീമുകളാ. ഇത് നിങ്ങൾക്ക് മറ്റേ ആനപ്പുറത്ത് കയറും വേണം, ആരോട്ട് കാണാനും പറ്റൂല. നിങ്ങളെ ടീം പോയപ്പോൾ എവിടുന്നാ നിങ്ങൾക്ക് ഈ ഫലസ്തീൻ സ്നേഹമൊക്കെ വന്നു? അതുകൊണ്ട് നിങ്ങൾ സ്നേഹിച്ച ഫലസ്തീനെ അതിനൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതിന് റെഫറിയുടെ മറ്റേ ആളാണ് മെസ്സി, ഫിഫയുടെ ആളാണ് മെസ്സി. ഫൗള് വന്നിട്ടും പെനാൽറ്റി കൊടുത്തില്ല, അത് മെസ്സി ആകൊണ്ട് കൊടുത്തില്ല. പിന്നെ അതേമാതിരി തന്നെ അർജന്റീനക്ക് ഭാഗ്യമുണ്ട്, അതാണ്ട് തെല്ലോണ്ട് കഴിച്ചിലായി. മണ്ടഭാഗ്യമുണ്ട്, നസീബുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ റീസൺ. കളിച്ചിട്ട് ജയിച്ചു എന്ന് ആരും പറയുന്നില്ല. ഇവന് ഈ കളി നടക്കണപ്പോ ഒക്കെ കണ്ണു പൊത്തിയിരിക്കുകയാണെന്ന് ഒരു പിടുത്തമല്ല എനിക്ക് കേട്ടോ. കളി നടക്കുമ്പോൾ സുഖമായിരുന്നു ഉറങ്ങും. എന്നിട്ട് നേരം വെളുത്തിട്ട് ഇത് ജയിച്ചു പറഞ്ഞാ മണ്ടഭാഗ്യാണ്. റഫറി പോലെ ആളാണ്. ഫിഫക്ക് ഇപ്പൊ കൈക്കൂലി കൊടുത്തുക്കുണി. ഇതൊക്കെയാണ് പോലെ അർജന്റീന ജയിച്ച ഇവർക്ക് പറയാനുള്ള റീസൺ. അമ്മാതിരി റീസൺ പറഞ്ഞ് തൂറി മെഴുകുന്ന ആളുകളോടാട്ടോ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ തൂറി മെഴുകുകയുള്ളൂ, ഒരു കാര്യമില്ല. കപ്പും കൊണ്ട് ചക്കം പോവും. കണ്ടോ? അപ്പോ ബൈ.